Morning. Morning, ma'am. Morning. Okay, കഴിച്ചോ എല്ലാവരും? Yes, ma'am. കഴിച്ചു. Okay. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് ഇതുവരെയായിരുന്നു റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് അല്ലേ? ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തി ഇല്ലേ? Yes, ma'am. ഓക്കെ, വായിച്ചു നോക്കിയായിരുന്നോ? Yes. ഓക്കെ, ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് റോൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ സ്റ്റാഫ് ഡെവലപ്മെന്റ് ആയിരുന്നു. അതിലെന്താണ് പറഞ്ഞത്? പുതിയ എംപ്ലോയീസ് ഒക്കെ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നോളജ് സ്കില്ലൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തിരുന്നു? ലേണിംഗ് മെത്തേഡ്സുകൾ യൂസ് ചെയ്തിരുന്നു അവരുടെ സ്കിൽസും നോളജും ഇംപ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അവിടെയുള്ള സ്റ്റാഫുകളെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ പല പല ഡിപ്പാർട്ട്മെന്റുകളിലെ ഹോസ്പിറ്റലുകളില് ആ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ എന്താണ്, ഇങ്ങനെയുള്ള പോളിസീസ് ആണ്. ഓരോരുത്തർക്കും ഓരോ പോളിസീസ് ആണ്, സെപ്പറേറ്റ് ആയിട്ടുള്ള പോളിസീസും ഗൈഡ് ലൈൻസും ഉണ്ട്. അതൊക്കെ അവരുടെ ലേണിംഗ് നീഡ്സ് അനുസരിച്ചിട്ട് എന്താണ് ഫോളോ ചെയ്യാനായിട്ടുള്ള സഹായങ്ങൾ ചെയ്തിരുന്നു. പിന്നെന്താ പറയുന്നത്? ലീഡ്സ് എംപ്ലോയീസ് റിഗാർഡിംഗ് നോളജ് ആൻഡ് സ്കിൽസ് ആൻഡ് വിസിറ്റ്. അപ്പോ എന്താണ് ഇതിന്റെ ഫസ്റ്റിൽ വരുന്ന എംപ്ലോയീസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആയതുകൊണ്ട് അവർക്ക് ചിലപ്പോൾ നോളജ് കുറവായിരിക്കും, സ്കില്ല് കൂടുതലായിരിക്കാം. ചിലപ്പോൾ എന്താണ് നോളജ് കൂടാം, സ്കില്ല് കുറയും അല്ലെ? അങ്ങനെയുള്ള എംപ്ലോയീസിനെ രണ്ട് രീതിയിലും നോളജും സ്കില്ലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങുകൾ ആര് കൊടുത്തിരുന്നു? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കൊടുത്തിരുന്നു കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കാം നമുക്ക്. നഴ്സിംഗ് ഹൈറാർക്കി ആൻഡ് ഫങ്ഷൻസ്. The structure of organization determines the employees' behavior through a different of role, power, status, responsibility, authority and communication. നമുക്കറിയാം എന്താണ്, ഹോസ്പിറ്റലുകളിൽ പല പല എംപ്ലോയീസ് ഉണ്ട് അല്ലെ? മാനേജർ മുതൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വരെയുള്ള എംപ്ലോയീസ് ഉണ്ട്. ഇവർക്കൊക്കെ ഓരോ പവർ ആയിരിക്കും, അല്ലെങ്കിൽ ഓരോ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഒരുപോലെയുള്ള റെസ്പോൺസിബിലിറ്റി ആണോ ഉണ്ടാകുന്നത്? അല്ലല്ലേ? പലർക്കും പല രീതിയിലുള്ള ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, പല പവർ ഉണ്ട് അല്ലേ? ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഓരോരുത്തരുടെ ബിഹേവിയർ അനുസരിച്ചിട്ട് പവർ ആയാലും സ്റ്റാറ്റസ് ആയാലും റെസ്പോൺസിബിലിറ്റി ആയാലും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇനി എന്താ പറയുന്നത്? നഴ്സിംഗ് ഈസ് എ ലാർജ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എവറി ഹോസ്പിറ്റൽ. ഹെൻസ് ഇറ്റ് ഹാസ് എ ഹൈറാർക്കി ആസ് ഡോക്ടേഴ്സ് ഗുഡ്. അപ്പൊ എന്താണ് നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് ഡിപ്പാർട്ട്മെന്റ് ആണല്ലേ? എനിക്കറിയാം, നഴ്സിംഗ് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നഴ്സിംഗ് ആ സ്റ്റാഫുകൾ ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നത് ആരുടെ ഒരു ഇതിലാണ്? നഴ്സുമാരുടെ ഇതിലാണ് അല്ലെ? നമുക്കറിയാം, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ ചെന്നാലും നഴ്സുകള് അവിടെ ഉണ്ടായിരിക്കും. ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോ അവരില് എന്താണ് ഡിഫറെന്റ് ഹൈറാർക്കികൾ ഉണ്ട്, ഓരോ ഹൈറാർക്കി ഉണ്ട്. നഴ്സിംഗിന്റെ ആ ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ നഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ലാർജ് ഡിപ്പാർട്ട്മെന്റിൽ ഹൈറാർക്കി ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തികളുണ്ടാവും. അവർക്കൊക്കെ എന്താണ് ഡിഫറെന്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതിനെ കുറിച്ചാണ് ഈ നെക്സ്റ്റ് പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. And it is necessary to understand the different nursing classification. Okay. നോക്കിക്കോളൂ,
എന്താണ് ഫസ്റ്റ് നഴ്സിംഗ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ ഉണ്ട് അല്ലെ. ഇനി അദ്ദേഹത്തിന് കീഴിൽ വരുന്നത് നഴ്സിംഗ് ഇൻചാർജ്, അവർക്ക് കീഴിൽ വരുന്നത് സ്റ്റാഫ് നഴ്സ്, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിലാണ് വരുന്നത് നഴ്സിംഗ് അസിസ്റ്റന്റ് വരുന്നത്. നിങ്ങളോട് ചോദിക്കാം ഏറ്റവും ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് ആരാണ്, ഏറ്റവും ലാസ്റ്റ് പൊസിഷനിൽ, സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് ആരാണ്? ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടാതെ വെക്കരുത്. ഇതായത് അങ്ങനെ തന്നെ കാണാൻ പാഠം പഠിച്ചു വെക്കും കേട്ടോ. ഹൈറാർക്കി, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷന്റെ ഹൈറാർക്കി ഇമ്പോർട്ടന്റ് ആണ്. കാണാൻ പാഠം പഠിച്ചു വെക്കാം. എഴുതി വെച്ചോ അല്ലെങ്കിൽ എഴുതി പഠിച്ചോ എങ്ങനെയെങ്കിലും ഈ ഡയഗ്രാം നിങ്ങൾ പഠിച്ചു വെക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഓരോരുത്തരെ കുറിച്ച് ഓരോരുത്തർ എന്താണ് അതിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് ഉള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ് അല്ലെ. ഇനി അദ്ദേഹം ആരാണെന്ന് നമ്മൾക്ക് അറിയണ്ടേ? നോക്കിക്കോളൂ. ഇറ്റ് ഈസ് എ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ് ആൻഡ് കോർഡിനേറ്റ്സ് ഹെൽത്ത് സർവീസസ്. എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ദ നഴ്സിംഗ് ഡയറക്ടർ ഹു പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്. എല്ലാ നഴ്സിംഗ് സ്റ്റാഫിന്റെയും അവർക്ക് വേണ്ട ഡയറക്ഷൻ പ്രൊവൈഡ് ചെയ്തത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. പ്രൊവൈഡ്സ് ഡയറക്ഷൻ ടു ദ നഴ്സിംഗ് സ്റ്റാഫ്. നഴ്സിംഗ് സ്റ്റാഫിന് ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. ഇനി എന്താ പറയുന്നത്? ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസസ്. ഹെൽത്ത് സർവീസസിന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്, ഏകോപിപ്പിച്ചു പോകുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. കോർഡിനേറ്റ് ഹെൽത്ത് സർവീസസ്. നമ്മുടെ ഇതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രൊവൈഡ് ഡയറക്ഷൻ ടു ദ സ്റ്റാഫ് നഴ്സ് ആൻഡ് കോർഡിനേറ്റ് ഹെൽത്ത് സർവീസസ്. ഇനി നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. Their duties consist of supervising all nursing staff. എന്താ പറയുന്നത്? സൂപ്പർവൈസ് ചെയ്യാം അല്ലെ. എല്ലാ നഴ്സുമാരെയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് ആരായിരിക്കും? ഈ നഴ്സിംഗ് ഡയറക്ടർ ആയിരിക്കും. ആൻഡ് ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ. പിന്നെ എന്ത് നൽകുന്നുണ്ട് പേഷ്യൻസിന്? പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ച്. സൂപ്പർവൈസിങ് ഓൾ നഴ്സിംഗ് സ്റ്റാഫ്. പിന്നെ എവിടെയാണ്? പേഷ്യന്റ് കെയറിന്റെ അടിയിലും അണ്ടർലൈൻ ചെയ്ത് വെക്കാട്ടോ. നഴ്സുമാരെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പേഷ്യന്റ് കെയറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആസ് വെൽ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ലൈക്ക് റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. കൂടാതെ അവർ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഏതൊക്കെയാണ് നഴ്സിംഗ് ഡയറക്ടർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻ എന്ന് പറഞ്ഞാല്? റെക്കോർഡ് കീപ്പ് ചെയ്യുന്നുണ്ട്. റെക്കോർഡ് കീപ്പിംഗ്, ബഡ്ജറ്റിംഗ്. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും ബഡ്ജറ്റിംഗ്? വരവ് ചിലവ് കണക്കുകൾ അല്ലെ. അതൊക്കെ കുറിച്ച് വെക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ്. ചോദിക്കാം കേട്ടോ. അത് ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണ് ചോദിക്കാം. എന്തൊക്കെയാണ്? റെക്കോർഡ് കീപ്പിംഗും ബഡ്ജറ്റിംഗും. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇനി അവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ചാണ് നെക്സ്റ്റ് സെന്റൻസിൽ പറയുന്നത്. അറ്റ് മിനിമം they require co-workers or bachelor degree in nursing along with at least 10 years of experience in their forms. അപ്പൊ എന്താ പറയുന്നത്? അവരുടെ ക്വാളിഫിക്കേഷൻ, നഴ്സിംഗ് ഡയറക്ടറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി ചെയ്തവരായിരിക്കണം. ഓക്കെ, നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി എടുത്തവരായിരിക്കണം. അറ്റ്ലീസ്റ്റ് 10 years of experience ആവശ്യമാണ്. ഇതാണ് അവരുടെ ക്വാളിഫിക്കേഷൻ കേട്ടോ. നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 10 years of experience ഉണ്ടായിരിക്കണം.
മനസ്സിലായോ പാരഗ്രാഫ്? ഓഫ് നഴ്സിംഗ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നഴ്സുമാരെ, സ്റ്റാഫ് നഴ്സുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഡയറക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഡയറക്ഷൻസ് കൊടുക്കുന്നത് ആരാണ്? ഈ നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതുപോലെ തന്നെ ഹെൽത്ത് സർവീസ് കോർഡിനേറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടർ ആണ്. അതുപോലെ തന്നെ എല്ലാ സ്റ്റാഫ് നഴ്സുകളെയും സൂപ്പർവൈസ് ചെയ്യുന്ന ഡ്യൂട്ടിയും ആരുടെയാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെയാണ്. അതുപോലെ തന്നെ എന്ത് നൽകുന്നുണ്ട്? ലുക്കിംഗ് ആഫ്റ്റർ പേഷ്യന്റ് കെയർ അല്ലെ? പേഷ്യന്റ് കെയറും അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ആണ് എന്തൊക്കെ? രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ? റെക്കോർഡ് കീപ്പിങ്ങും അതുപോലെ തന്നെ ബഡ്ജറ്റിങ്ങും. ഇനി അവരുടെ ക്വാളിഫിക്കേഷൻ എന്തെല്ലാമാണ്? നഴ്സിംഗില് ബാച്ചിലർ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കണം. അതുപോലെ തന്നെ അറ്റ്ലീസ്റ്റ് 10 years of experience in doing defense. 10 years of experience ഉണ്ടായിരിക്കണം. ക്ലിയർ ആയോ പാരഗ്രാഫ്? ഓക്കെ ആണോ? നഴ്സിംഗ് ഡയറക്ടർ. ഇനി അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഉത്തരവാദിത്തങ്ങള്, അവർ ചെയ്യേണ്ട കടമകള് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു ഡയറക്റ്റ്, oversee and evaluate all nursing staff. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പാരഗ്രാഫിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത്? സ്റ്റാഫ് നഴ്സുകളെ എന്ത് ചെയ്യുന്നുണ്ട്? ഓവർസീ ചെയ്യുകയും അവരുടെ ഓരോ കാര്യങ്ങളും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് അല്ലെ? അവർക്ക് വേണ്ട ഓരോ കാര്യങ്ങൾക്ക് ഡയറക്ഷൻ കൊടുക്കുകയും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഇനി എന്താണ്? ടു ഗെയിൻ സ്റ്റാഫിംഗ് പ്രൊസീജിയർ. നമുക്കറിയാം നഴ്സുമാർക്ക് എന്താണ്? പ്രൊസീജിയേഴ്സ് ഉണ്ടാവും അല്ലെ? ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ എന്തെല്ലാം പോളിസീസ് ഉണ്ടാവും, ഗൈഡ് ലൈൻസ് ഉണ്ടാവും, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിലൂടെ വേണം അവർ ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. രോഗികൾക്ക് കെയർ കൊടുക്കുന്ന കാര്യത്തിലായാലും ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന കാര്യത്തിലായാലും ഓരോ പ്രൊസീജിയർ ഉണ്ട്. പ്രൊസീജിയറിലൂടെ വേണം അവര് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അത് ചെയ്യുന്നുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങള് ഇന്നതിലൂടെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്ന കടമ ആരുടെയാണ്? ഈ നഴ്സിംഗ് ഡയറക്ടറിന്റെയാണ്. ഇനി എന്താണ്? ടു സെറ്റ് ലോങ് ടേം ഗോൾ ഫോർ ഇൻഷുറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോൾസ്. ഇപ്പൊ എന്താവാം ലോങ് ടേം ഗോൾസ് എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് കെയർ, അതുപോലെ തന്നെ എന്താണ് അവർക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ആവാം, അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ എന്താണ് ഗോള് അല്ലെ? ഹോസ്പിറ്റലിലെ മെയിൻ ആയിട്ടുള്ള ഗോള്, അതൊക്കെ ലോങ് ടേം ഗോളിൽ വരും. അപ്പോ അങ്ങനെയുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലോങ് ടേം ഗോള് സെറ്റ് ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് ഡയറക്ടറാണ്. ഇനി എന്താണ്? അറേഞ്ച് ആൻഡ് കോർഡിനേറ്റ് അഡ്മിഷൻ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ് കെയർ പ്രൊസീജിയർ. നമുക്ക് എന്താണ്? ഒരു രോഗി വന്ന് അഡ്മിറ്റ് ആകുമ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ നഴ്സിംഗ് കെയർ അല്ല, പേഷ്യന്റിന് വേണ്ട കെയർ കൊടുക്കുന്നത്. നഴ്സുമാര് കൊടുക്കുന്ന കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പ്രൊസീജിയർ ഉണ്ടാവും, അതിലൂടെ വേണം അവർക്ക് കെയറിങ് കൊടുക്കാൻ അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങള് അഡ്മിഷന്റെ കാര്യമായാലും അതൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും അറേഞ്ച്മെന്റ് നടത്തുകയും ചെയ്യണം. എന്താണ്? സെറ്റിംഗ് ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, both departmental issues and patient issues. ചിലപ്പോ എന്താണ്? ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ പല പല ഇഷ്യൂസ് ഉണ്ടാവും. ഡിപ്പാർട്ട്മെന്റ് നഴ്സുമാർ തമ്മിൽ പല പല നഴ്സുമാരുണ്ടാവുമല്ലോ, അവര് തമ്മിൽ ചിലപ്പോ എന്താണ് ഇഷ്യൂസ് ഉണ്ടാവാം. ഡിപ്പാർട്ട്മെന്റും അതുപോലെ തന്നെ ചിലപ്പോ ഈ പേഷ്യൻസുകളും തമ്മിൽ ചിലപ്പോ അവർക്ക് കൊടുക്കുന്ന കെയറിങ് അല്ലാതെ വരുമ്പോ. സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടോ സ്ക്രീൻ? ഓക്കെ ആണല്ലേ? ചിലപ്പോ ശ്രീലക്ഷ്മിക്ക് നെറ്റ് ഇല്ലാതെ ആയിരിക്കും കേട്ടോ, റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ടാവേ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് സെറ്റിൽ ഇഷ്യൂസ് ആൻഡ് പ്രോബ്ലംസ്, ബോത്ത് ദ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ് ആൻഡ് പേഷ്യന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റുകളിൽ തമ്മിൽ പല ഇഷ്യൂസ് ഉണ്ടാവും, അതുപോലെ പേഷ്യൻസ് തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവും അല്ലെ? നമ്മൾ പഠിച്ചു. അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരുമ്പോ നല്ല രീതിയിൽ അതൊന്ന് സോൾവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കണം. അത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് ഡയറക്ടറുടെ ഡ്യൂട്ടിയാണ്. ഈ ലാസ്റ്റ് എന്താണ് പറയുന്നത്? റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കാം. ഇത്തരം കാര്യങ്ങളാണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ആരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്?
നഴ്സിംഗ് ഡയറക്ടറിന്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി പറയാം, നഴ്സുമാരെ അല്ലെ, സ്റ്റാഫ് നഴ്സുകളെ നല്ല രീതിയിൽ ഓവർസീ ചെയ്യുകയും അതുപോലെ തന്നെ അവരെ ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. അതുപോലെ സ്റ്റാഫിംഗ് പ്രൊസീജിയർ ഗൈഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഓരോ സ്റ്റാഫിനും എന്തുണ്ടാവും, അല്ലെങ്കിൽ നഴ്സുമാർക്ക് രോഗികളെ കെയർ ചെയ്യുന്നതിലൊക്കെ പല പല പ്രൊസീജിയറിലൂടെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എങ്ങനെയെല്ലാം ചെയ്യണം എന്നുള്ളത് കേട്ടോ. അതാണ് ടു ഗൈഡ് സ്റ്റാഫിംഗ് പ്രൊസീജിയർ. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഗോൾ, ലോങ് ടേം ഗോൾ സെറ്റ് ചെയ്യാം. അതുപോലെ അഡ്മിഷൻ വരുമ്പോൾ രോഗികൾ അഡ്മിറ്റ് ആകുമ്പോഴും അവർക്ക് കൊടുക്കുന്ന കെയറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുകയും അറേഞ്ച് ചെയ്യുകയും വേണം. അതുപോലെ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിലും രോഗികളെ തമ്മിലും ഇഷ്യൂസ് ഉണ്ടാവാം അല്ലെ, ആ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് ഒന്ന് സെറ്റ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റിൽമെന്റ് ചെയ്ത് സോൾവ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് ഡയറക്ടറിന്റെയാണ്. ഇനി ലാസ്റ്റ് വൺ എന്താണ്? റിപ്പോർട്ട് ടു അപ്പർ മാനേജ്മെന്റ്. അപ്പർ മാനേജ്മെന്റിന് റിപ്പോർട്ട് സമർപ്പിക്കുക. നഴ്സിംഗ് ഡയറക്ടർ അയച്ചു നോക്കി, ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ശ്രീലക്ഷ്മിക്ക് കാണാൻ പറ്റുന്നുണ്ടോ സ്ക്രീൻ? കറക്റ്റ് ആയോ? നെക്സ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. Nursing superintendent acts as the second command in the nursing administration of the hospital. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? സെക്കൻഡ് കമാൻഡ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അണ്ടർലൈൻ ചെയ്യാട്ടോ. ഓക്കെ, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആക്ട് as the second command in the nursing administration of the hospital. Okay. He or she will be held responsible for management and supervision of nursing services of the different department of the hospital. എന്താണ് അവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നഴ്സിംഗ് സർവീസസ്. അപ്പൊ എന്താ ചെയ്യുന്നത്? നഴ്സിംഗുകളെ അല്ലെങ്കിൽ നഴ്സിംഗ് സർവീസിനെ മാനേജ് ചെയ്യുന്നതും സൂപ്പർവൈസ് ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഉണ്ട്. ആ നഴ്സിംഗ് സർവീസിലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള നഴ്സുമാരെ ഇവിടെ കൊടുക്കുന്ന സർവീസ്, അതാണ് നഴ്സിംഗ് സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ആ നഴ്സിംഗ് സർവീസിനെ എന്ത് ചെയ്യുന്നുണ്ട്? മാനേജ്മെന്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മനസ്സിലായോ? സെക്കൻഡ് പോയിന്റ്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളുണ്ട്, അവിടുത്തെ എല്ലാ നഴ്സിംഗ് സർവീസും സൂപ്പർവൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നതും നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. In all areas of the nursing activity, he or she will help the nursing director and act as a director in the acts
ആബ്സെൻസ് ഓഫ് ദ നഴ്സിംഗ് ഡയറക്ടർ. എന്താണ് ആബ്സെൻസ് എന്ന് പറഞ്ഞാല്? എന്തായിരിക്കാം മീനിങ് ആബ്സെൻസ് എന്ന് പറഞ്ഞാല്? ഇല്ലാതിരിക്കുന്ന അല്ലെങ്കിൽ അഭാവം എന്ന് പറയാൻ പറ്റും നമുക്ക്. വെരി ഗുഡ് വീണ. അപ്പൊ അഭാവം എന്ന് പറയാം കേട്ടോ. ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ അല്ലെ. ചില സമയങ്ങളില് ഈ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയുള്ള സാഹചര്യത്തിലാണ്? നഴ്സിംഗ് ഡയറക്ടറെ ഇല്ലാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭാവത്തില് ഇദ്ദേഹം നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറയുന്നത് കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് എന്ന് പറഞ്ഞാല് സെക്കൻഡ് കമാൻഡ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ പല പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലുകളില്. ആ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന നഴ്സിംഗ് സർവീസുകളെ സൂപ്പർവൈസ് ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ അദ്ദേഹം നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് നഴ്സിംഗ് ഡയറക്ടറിന്റെ അഭാവത്തില് അല്ലെങ്കിൽ അദ്ദേഹം ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തില് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നോക്കാം. എന്താണ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്? ഒന്ന് വായിച്ചു നോക്കിയേ. പറയാൻ പറ്റുമോ നോക്കിയേ പോയിന്റ്സ്? ഓക്കെ, വായിച്ചു കഴിഞ്ഞാൽ തമ്മിടാം കേട്ടോ. ഓരോരുത്തർക്കൊക്കെ മിസ് പറയിപ്പിക്കാം. മനസ്സിലായത് പറഞ്ഞാൽ മതി. കഴിഞ്ഞു. ഓക്കെ, ആരാ പറയാ? ശ്രുതി പറയോ? ഓക്കെ, ശ്രുതി പറഞ്ഞോളൂ കേട്ടോ. അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. നേഴ്സിംഗ് ഡയറക്ടറുടെ വർക്കിനെ ഹെൽപ്പ് ചെയ്യുന്നു. മിസ് കേൾക്കാവോ? എന്താണ്? കറക്റ്റ് ആണ്. നെക്സ്റ്റ് പറഞ്ഞോളൂ. റൊട്ടേഷൻ ഓഫ് ഷിഫ്റ്റിനെ നേഴ്സിംഗ് അത് ഷിഫ്റ്റിനെ അവര് മാനേജ് ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ടന്റ് ആണ്. പിന്നെ അവരുടെ ഡ്യൂട്ടി റോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നൈറ്റ് സൂപ്പർവൈസറിൽ നിന്നും അവരുടെ അക്കൗണ്ട്സ് റിപ്പോർട്ട്സിനെ കൈകാര്യം ചെയ്യുന്നതും നേഴ്സിംഗ് സൂപ്രണ്ട്സ് ആണ്. സ്റ്റാഫ് മീറ്റിംഗ് കൈകാര്യം ചെയ്യുന്നത് നേഴ്സിംഗ് സൂപ്രണ്ട് ആണ്.
എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നത് നഴ്സിംഗ് സൂപ്രണ്ട് ആണ്. പിന്നെ വാർഡിലെ നീറ്റ്നെസ് കീപ്പ് ചെയ്യുന്നതും അവരുടെ ചാർജിലുള്ള ഇതാണ്. നേഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസിനെ ഒരു ഹോസ്പിറ്റൽ പോളിസിന്റെ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് അവരുടെ കടമയാണ്. കറക്റ്റ് ആയിട്ടുണ്ട്. പറയാൻ ശ്രമിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് ആരാ പറയുന്നത്? അഫ്ല. ഓക്കെ മിസ്. നഴ്സിംഗ് ഡയറക്ടർ വർക്കിൽ ഹെൽപ്പ് ചെയ്യുന്നു. ഉത്തരവാദിത്വത്തോടുകൂടി നഴ്സുമാരുടെ റൊട്ടേഷനൊക്കെ കൈകാര്യം ചെയ്യണം. അവരുടെ ഡ്യൂട്ടിയിൽ വന്ന ചേഞ്ചസ്, ഡ്യൂട്ടി റോസ്റ്റർ എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കാൻ ചെയ്യുന്നു, തയ്യാറെടുക്കുന്നു. നൈറ്റ് ഷിഫ്റ്റിലുള്ള സൂപ്പർവൈസറിൽ നിന്ന് റിപ്പോർട്ട് റിസീവ് ചെയ്ത് അത് ഉത്തരവാദിത്വത്തോടുകൂടി ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി കൊടുക്കുന്നു. സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി ഓർഗനൈസ് ചെയ്യുന്നു. എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിംഗ് കണ്ടക്ട് ചെയ്യുന്നു. നഴ്സിംഗ് ഇൻചാർജിന്റെ ഹെൽപ്പോടുകൂടി നീറ്റ്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടി സൂപ്പർവൈസ് ചെയ്യുന്നു. ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് നഴ്സിംഗ് കെയറിന്റെ പ്ലാനിംഗ് ഒക്കെ ഉത്തരവാദിത്തത്തോടുകൂടി നിർവഹിക്കുന്നു. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മിന്റെ പോയോ? വിഘ്നേഷ്. ടീച്ചറെ നഴ്സിംഗ് സ്റ്റാഫ് നഴ്സിംഗ് ഡയറക്ടറിന്റെ വർക്ക് ഹെൽപ്പ് ചെയ്യും നഴ്സിംഗ് സൂപ്രണ്ടന്റ്. പിന്നെ നഴ്സിന്റെ റൊട്ടേഷനും ഹെൽപ്പ് ചെയ്യും നഴ്സിംഗ് സൂപ്രണ്ടന്റ്. പിന്നെ മീൻസ് എനിക്ക് അതുപോലെ പറയാം. മീൻസ് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. അതല്ലേ മിസ് പറഞ്ഞത്? അറിയുന്ന പോലെ മാത്രം പറഞ്ഞാൽ മതി. അറിയാവുന്ന പോയിന്റ്സും പറഞ്ഞാലും മതി, കുഴപ്പമില്ല. അവരുടെ ഡ്യൂട്ടി റൊട്ടേഷനും സഹായിക്കും നഴ്സിംഗ് സൂപ്രണ്ടന്റ്. അവര് സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ ഓർഗനൈസ് ചെയ്യും. അവരൊക്കെ സ്റ്റാഫ് മീറ്റിംഗ് ഒക്കെ. പിന്നെ ഈ സ്റ്റാഫിന്റെ റെക്കോർഡ്സ് അവർ എഡ്യൂക്കേഷണൽ പ്രോഗ്രാമായിട്ട് കണക്ട് ചെയ്യും. അവര് നീറ്റ്നെസ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യും. വാർഡിലെ നീറ്റ്നെസ് ഒക്കെ സൂപ്പർവൈസ്. പിന്നെ അവര് നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്യും. നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഒക്കെ പറയാം കേട്ടോ. ഒരുവിധം എല്ലാവരും കിട്ടിയെന്ന് തോന്നുന്നു. എന്നാലും ജസ്റ്റ് ഒന്നും കൂടി പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഫസ്റ്റ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണ്? He or she will help the nursing director in his work. അല്ലെ, നഴ്സിംഗ് ഡയറക്ടറുടെ വർക്കില് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഇനി എന്താണ്? അക്കൗണ്ടബിൾ ഫോർ മാസ്റ്റർ റൊട്ടേഷൻ ഓഫ് നഴ്സ്. എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാല്?
അറിയോ എന്താണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറഞ്ഞാലെന്ന്? ഇല്ല. ഷിഫ്റ്റ് അല്ല, ഷിഫ്റ്റ് തന്നെയാണ് മീൻസ് പറയാം, എക്സാമ്പിൾ വെച്ച് പറയാം. ഇപ്പോ ഹോസ്പിറ്റലിൽ എന്തുണ്ട്? കാർഡിയാക് ICU ഉണ്ട്, അതുപോലെ തന്നെ മെഡിക്കൽ ICU ഉണ്ട് അല്ലെ. അപ്പോ എവിടെയാണ് കൂടുതലായിട്ടും സ്റ്റാഫുകൾ, നഴ്സിംഗ് സ്റ്റാഫുകൾ വേണ്ടത്? കാർഡിയാക് ICUലാണോ അല്ലെങ്കിൽ മെഡിക്കൽ ICUലാണോ? എവിടെയായിരിക്കും കൂടുതലായിട്ട് നമ്മള് രോഗികളെ തീവ്രമായിട്ട് പരിചരിക്കേണ്ടത്? എവിടെയായിരിക്കും? ഏത് ICUലായിരിക്കും? ഏതിലായിരിക്കും? കാർഡിയാക് ICUല് അല്ലെ. കാർഡിയാക് ICUലാണ് രോഗികളെ നോക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് നല്ല കെയർ, കെയറിനും കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. എമർജൻസി ആയിട്ടുള്ള ആളുകളെയാണ് കാർഡിയാക് ICUല് പ്രവേശിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ മെഡിക്കൽ ICUലുള്ള സ്റ്റാഫുകൾ കൂടുതലും കാർഡിയാക് ICUല് രോഗികളെ നോക്കാനായിട്ട് സ്റ്റാഫുകൾ അധികം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഡിക്കൽ ICUവിൽ നിന്ന് എന്താണ് സ്റ്റാഫുകളെ എവിടേക്ക് കാർഡിയാക് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. മനസ്സിലായോ? അതാണ് മാസ്റ്റർ റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? കൺസെപ്റ്റ് എന്താണെന്ന്? കാർഡിയാക് ICUല് സ്റ്റാഫ് കുറവും, അതുപോലെ എവിടെയാണ് മെഡിക്കൽ ICUല് സ്റ്റാഫ് കൂടുതലും ഉണ്ടെങ്കിൽ കാർഡിയാക് ICUലാണ് നമ്മള് എന്താണ് പേഷ്യന്റിനെ പരിചരിക്കാനായിട്ട് കൂടുതൽ സ്റ്റാഫുകൾ വേണ്ടി വരുന്നത് അല്ലെ. അപ്പോ ഈ മെഡിക്കൽ ICUവിൽ നിന്ന് ഈ സ്റ്റാഫുകളെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എവിടേക്ക്? കാർഡിയാക് ICUലോട്ട്. അതാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. കിട്ടിയോ മാസ്റ്റർ റൊട്ടേഷൻ? ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ്? Check and confirm the duty roster of staff nurses prepared by nursing in charge. അപ്പൊ എന്താണ് ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും ഡ്യൂട്ടി റോസ്റ്റർ? നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് ടൈം ഇല്ലേ? ഓരോരുത്തർക്കും ഡേ ഷിഫ്റ്റ് ഉണ്ടാവും, നൈറ്റ് ഷിഫ്റ്റ് ഉള്ള സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ. അവരുടെ ഈ ഷിഫ്റ്റിംഗ് ടൈം ചെക്ക് ചെയ്യുകയും അത് കൺഫേം ആക്കി കൊടുക്കുകയും ചെയ്യുന്ന ഡ്യൂട്ടി ആരുടെയാണ്? ഈ ഓക്കെ, എന്താണ്? സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി റോസ്റ്ററും മാസ്റ്റർ റൊട്ടേഷനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി ആർക്കെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? ഡ്യൂട്ടി റോസ്റ്റർ എന്താണ് അല്ലെങ്കിൽ മാസ്റ്റർ റൊട്ടേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. നമുക്കറിയാം ഷിഫ്റ്റിംഗ് ടൈം വ്യത്യാസം ഉണ്ടാവും അല്ലെ സ്റ്റാഫ് നഴ്സുകളുടെ ഒക്കെ. അപ്പോ ഈ ഡേ ഷിഫ്റ്റ് ഉള്ള ഒരു നഴ്സ് രോഗികളെ പരിചരിക്കുമ്പോൾ അവർക്ക് ചിലപ്പോ മരുന്നുകൾ കൊടുക്കാം. ഇത്ര ഡോസിലായിരിക്കാം മരുന്ന് കൊടുക്കുന്നത്, ഇത്ര ഏതൊക്കെ ടൈമിൽ കൊടുക്കണം എന്നുള്ളത് അവര് റിപ്പോർട്ട് ചെയ്ത് വെക്കും ഇല്ലേ? റിപ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് നൈറ്റ് വരുന്ന സൂപ്പർവൈസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ആ റിപ്പോർട്ട് സമർപ്പിക്കണം അല്ലെ. റിസീവ് റിപ്പോർട്ട് ഫ്രം ദ നൈറ്റ് സൂപ്പർവൈസർ. ഇതിനു വേണ്ടിയിട്ടാണ് നൈറ്റിൽ വരുന്ന ആ സൂപ്പർവൈസർക്ക് അറിയാൻ പറ്റില്ല അല്ലെ എങ്ങനെയൊക്കെ എന്തെല്ലാമാണ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ എഴുതി റിപ്പോർട്ടാക്കി എഴുതി സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല എന്തൊക്കെ മരുന്നുകളാണ്, ഏതൊക്കെ ടൈമിലാണ്, എത്ര ഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പൊ അവർക്ക് കറക്റ്റ് ആയിട്ട് ആ റിപ്പോർട്ടുകള് റിസീവ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടിയും ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റേതാണ്. ആ റിപ്പോർട്ട് പിന്നെ അതനുസരിച്ച് അവർ വായിച്ചു നോക്കിയിട്ട് നെക്സ്റ്റ് ഇപ്പോ രാത്രിയിൽ കൊടുക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് അവര് ഇത് ചെയ്തുകൊള്ളും, ആ ഡ്യൂട്ടി അവർ ചെയ്തുകൊള്ളും. അതിനു വേണ്ടിയിട്ടാണ് അങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. പിന്നെ എന്താണ്? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്? റെഗുലർ ആയിട്ട് സ്റ്റാഫ് മീറ്റിംഗ് ഓർഗനൈസ് ചെയ്യാം. ഇനി എന്താണ്? കീപ് ദ റെക്കോർഡ് ഓഫ് സ്റ്റാഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ കണക്റ്റഡ് ഇൻ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? നഴ്സുമാർക്ക് എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസിന് അവര് വിടും, കണ്ടക്ട് ചെയ്യാനായിട്ട് അവര് വിടും അല്ലെ, അറ്റൻഡ് ചെയ്യാനായിട്ട് വിടും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് വിടുന്ന ആ നഴ്സുമാരുടെ റെക്കോർഡ്സുകളൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് വെക്കുക. റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടിമാരുടെയാണ്?
ആരുടെയാണ്? എന്താണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് വാർഡ് ഇൻ ഹെൽപ്പ് ഇൻ നഴ്സിംഗ് ഇൻചാർജ്. നമുക്കറിയാം ഓരോ വാർഡിലും ആരുണ്ടാവും? അവിടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി നോക്കുന്നത് അല്ലെങ്കിൽ ഇൻചാർജ് വഹിക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ് അല്ലെ. നമ്മൾ തുടർന്ന് ഉള്ള ഇതിൽ പഠിക്കും കേട്ടോ, തുടർന്നുള്ള പോർഷനിൽ പഠിക്കും നഴ്സിംഗ് ഇൻചാർജിനെ പറ്റി. ഈ നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറഞ്ഞാല് ആ വാർഡിന്റെ ആരായിരിക്കും അറിയാൻ പറ്റുമോ? ആ വാർഡ് എല്ലാ കാര്യങ്ങളും, ആ വാർഡിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ നഴ്സിംഗ് ഇൻചാർജ് ആയിരിക്കും. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കാൻ പറ്റും അല്ലെ. പറ്റോ? കാരണം എന്താണ്? അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ്? നഴ്സിംഗ് ഇൻചാർജ് ആണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് കൂടി വിളിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂപ്പറിൻറ്റൻഡന്റിന്റെ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഈ സൂപ്പറിൻറ്റൻഡന്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നഴ്സിംഗ് ഇൻചാർജിനോട് പറയും ഇവിടെ എല്ലാം വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വാർഡിന്റെ മൂലകളിലോ അല്ലെങ്കിൽ ചപ്പുചവറുകളൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ വൃത്തികേടുണ്ട്, ഇത് ക്ലീൻ ചെയ്യണം എന്ന് ഇൻഫോം ചെയ്യും. ഇൻഫോം ചെയ്യുമ്പോൾ ഇവരെന്ത് ചെയ്യും? ക്ലീനിങ് സ്റ്റാഫിനോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങളൊക്കെ ക്ലീൻ ആക്കി കറക്റ്റ് ആക്കി കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി കറക്റ്റ് ആയിട്ട് ചെയ്യും. മനസ്സിലായോ? അതാണ് സൂപ്പർവൈസ് നീറ്റ്നെസ് ഓഫ് ദ വാർഡ് ഇൻ ഹെൽപ്പ് ഓഫ് നഴ്സിംഗ് ഇൻചാർജ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് എന്താണ്? അറേഞ്ച് ആൻഡ് പ്ലാൻ നഴ്സിംഗ് കെയർ ആക്ടിവിറ്റീസ് ഓഫ് ദ വാർഡ് ആസ് പെർ ഹോസ്പിറ്റൽ പോളിസീസ് ആൻഡ് സർവീസസ്. എന്തുണ്ട് ഹോസ്പിറ്റലിന്? പോളിസീസ്. ഹോസ്പിറ്റൽസിന് അതിൻ്റെതായിട്ടുള്ള ഓരോ ഡിപ്പാർട്ട്മെന്റ് പോളിസീസ് ഉണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലെ, ഗൈഡ് ലൈൻസ് ഉണ്ട്. ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങള് അറേഞ്ച്മെന്റ് ചെയ്യുന്നതും ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് വരുന്നത്. ഒന്നുകൂടി മിസ് പറയാം. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നഴ്സിംഗ് ഡയറക്ടറെ ഹെൽപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നഴ്സിംഗ് ഡയറക്ടറുടെ അഭാവത്തില് ഈ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് നഴ്സിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നഴ്സിംഗ് ഡയറക്ടറായിട്ട് നഴ്സിംഗ് ഡയറക്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ മാസ്റ്റർ റൊട്ടേഷൻ, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഓർക്കാം കേട്ടോ. കാർഡിയാക് ICU ഉണ്ട്, അതുപോലെ മെഡിക്കൽ ICU ഉണ്ട്. മെഡിക്കൽ ICUയിൽ കൂടുതൽ സ്റ്റാഫ് ഉണ്ട്, കാർഡിയാക് ICUയിൽ രോഗികളെ പരിചരിക്കാനായിട്ട് അതുപോലെ തന്നെ കുറവ് സ്റ്റാഫുകൾ ഉള്ളൂ. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെഡിക്കൽ ICUയിൽ നിന്ന് സ്റ്റാഫുകളെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുന്നു, ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അതാണ് മാസ്റ്റർ റൊട്ടേഷൻ എന്ന് പറയുന്നത്. ആ ഡ്യൂട്ടിയും സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. അതുപോലെ ഡ്യൂട്ടി റോസ്റ്റർ, ഷിഫ്റ്റിംഗ് ടൈം എന്ന് അവിടെ എഴുതി വെക്കാം കേട്ടോ. ഷിഫ്റ്റ് ടൈം ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം. ഓരോരുത്തർക്കും എന്തുണ്ട്? നഴ്സുമാർക്കൊക്കെ ഷിഫ്റ്റിംഗ് ടൈം ഉണ്ടല്ലേ, ഡേ ഷിഫ്റ്റ് ഉണ്ട്, നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടല്ലേ. അപ്പൊ അങ്ങനെയുള്ള ആ ഷിഫ്റ്റിംഗ് ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ചെക്ക് ചെയ്ത് കൺഫേം ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റിന്റെയാണ്. അതുപോലെ തന്നെ എന്താണ്? അക്കൗണ്ടബിൾ ടു റിസീവ് റിപ്പോർട്ട്. എന്താണ്? നമ്മള് ഡേ ഷിഫ്റ്റ് ആയിട്ടുള്ള നഴ്സ് ഉണ്ടെങ്കിൽ അവര് രോഗികൾക്ക് കൊടുത്ത മരുന്നുകള് കാര്യങ്ങള് ഒക്കെ റിപ്പോർട്ട് ചെയ്യണം. അപ്പൊ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് നൈറ്റ് വരുന്ന സൂപ്പർവൈസർക്ക് അത് കൊടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോളോ അപ്പുകൾ നടത്താനായിട്ടല്ലേ. തുടർന്നുള്ള കാര്യങ്ങള് ഫോളോ ചെയ്തു പോകാനായിട്ട് അവർക്കത് ആ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ ആ റിപ്പോർട്ട് അനുസരിച്ചിട്ട് തുടർന്ന് മരുന്നുകളൊക്കെ ആർക്ക് കൊടുക്കാൻ പറ്റും? പേഷ്യന്റിന് കൊടുക്കാൻ പറ്റും അല്ലെ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഷിഫ്റ്റുള്ള നഴ്സുമാര് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് എഴുതിയിട്ട് നൈറ്റ് വരുന്ന സൂപ്പർവൈസർക്ക് കൊടുക്കുന്നത്. ഇനി എന്താ പറയുന്നത്? ഓർഗനൈസ് ദ സ്റ്റാഫ് മീറ്റിംഗ് റെഗുലർലി. അറിയാലോ. അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ട് അവർ കീപ്പ് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇപ്പോ വാർഡില് എന്ത് ചെയ്യുന്നുണ്ട്? നീറ്റ്നെസ് അല്ലെങ്കിൽ നല്ല വൃത്തിയടക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ, വൃത്തിയടക്കായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ നഴ്സിംഗ് ഇൻചാർജിനോട് പറഞ്ഞ് നഴ്സിംഗ് ഇൻചാർജ് എന്ത് ചെയ്യും? ക്ലീൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അത് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ഒക്കെ അങ്ങനെയുള്ള ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യുന്നത്
സൂപ്പറിൻറ്റൻഡന്റ് ആണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ പോളിസിക്ക് അനുസരിച്ച് നഴ്സിംഗ് കെയർ കൊടുക്കുന്നതും അതിന്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെന്റ് നടത്തുന്നതും ആരാണ്? നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കാം കേട്ടോ. സൂപ്പറിൻറ്റൻഡന്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെച്ചാൽ സെക്കൻഡ് കമാൻഡ് മാനേജ്മെന്റ് ആൻഡ് സൂപ്പർവിഷൻ ഓഫ് നഴ്സിംഗ് സ്റ്റാഫ് കേട്ടോ, നഴ്സിംഗ് സർവീസസ്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് ദ നഴ്സിംഗ് ഡയറക്ടർ. ഇതാണ് പറഞ്ഞത്, നമ്മള് അഭാവത്തില് നഴ്സിംഗ് ഡയറക്ടർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് കേട്ടോ. നഴ്സിംഗ് ഡയറക്ടർ ആൻഡ് അഭാവത്തില് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ആൻഡ് ദ ആബ്സെൻസ് ഓഫ് ദി നഴ്സിംഗ് ഡയറക്ടർ. ഓക്കെ, അയച്ചു നോക്കിയാ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന ലിസ്റ്റ് വായിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. മാസ്റ്റർ റൊട്ടേഷൻ അതുപോലെ തന്നെ ഡ്യൂട്ടി റോസ്റ്റർ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്ത് വെച്ച് പഠിക്കണം കേട്ടോ. ചോദിക്കാം ഡ്യൂട്ടി റോസ്റ്റർ റിലേറ്റഡ് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. Sixth point ഏതാ? Keep the record of a staff statistics in connected with the educational programs. Educational programs, ഇത് പല പല സെമിനാർസ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് പറയില്ലേ സീനിയേഴ്സ്മാരെ. അങ്ങനെ വീട്ടുമ്പോ അവരുടെ റെക്കോർഡുകൾ ആരൊക്കെയാണ് അറിയാൻ വേണ്ടിയിട്ടുള്ള റെക്കോർഡുകൾ നമ്മൾ ഇത് ചെയ്യണം, കീപ്പ് ചെയ്ത് വെക്കണം. ഏതെങ്കിലും പോയിന്റ് ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് ആണ് നഴ്സിംഗ് സൂപ്പർവൈസർ. നഴ്സിംഗ് സൂപ്പർവൈസർ ഈസ് considered as a nursing executive. നഴ്സിംഗ് സൂപ്പർവൈസറെ പറയുന്ന മറ്റൊരു പേരാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. ചോദിക്കാട്ടോ, മറിച്ചും ചോദിക്കാം. നഴ്സിംഗ് എക്സിക്യൂട്ടീവിനെ പറയുന്ന മറ്റൊരു പേരെന്ത് ചോദിക്കാവുന്നതാണ്. And is part of leadership team and is considered as a nursing executive. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ചില്ലേ? നഴ്സിംഗ് സൂപ്പർവൈസറെ പറയുന്ന മറ്റൊരു പേരാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ്. There is a nursing supervisor available around the clock. എന്താണ് ഉദ്ദേശിക്കുന്നത് അവിടെ? There is a nursing supervisor available around the clock. എന്തായിരിക്കും? ക്ലോക്കിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? വെരി ഗുഡ്, എല്ലാ ടൈമും അല്ലെ നമ്മൾ പഠിച്ചു. എവിടെയാ പഠിച്ചത്? 24 hours into 7 പഠിച്ചില്ലേ? OPD ആണോ IPD ആണോ? ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 24 hours into 7 അല്ലെ? എല്ലാ ടൈമും 24 hours എന്ന് പറഞ്ഞാൽ എന്താണ്? അവേഴ്സ് ആണ് അല്ലെ? 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 7 ഉദ്ദേശിക്കുന്നത് വെരി ഗുഡ് ഡേയ്സ്. ഓക്കെ, അപ്പോ 24 hours അതുപോലെ 7 days അല്ലെ? എല്ലാ ടൈമും അവൈലബിൾ ആയിരിക്കും. ആരാണ്? നഴ്സിംഗ് സൂപ്പർവൈസർ. അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെ പറയുന്ന മറ്റൊരു പേരാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്. അത് ഓർത്ത് വെക്കാം കേട്ടോ.
nursing supervisor should always be all ready to attend patient either in person or by way of consultation in all in an on call capacity. പിന്നെ പറയുന്നത് നഴ്സിംഗ് സൂപ്പർവൈസർ ഇത് ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ, കെയർ ചെയ്യുന്നുണ്ട്, പേഷ്യന്റിനെ ചെക്ക് ചെയ്യുന്നു. ഇനി ഇവര് ചെക്ക് ചെയ്തിട്ട് ഡോക്ടറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡോക്ടറെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൾ ചെയ്യുന്നു. മനസ്സിലായോ? ആദ്യം പേഷ്യന്റിനെ നോക്കുന്നത് ആരായിരിക്കും? നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. ഇനി അദ്ദേഹം നോക്കിയിട്ട് പറ്റുന്നില്ല, കണ്ടീഷൻ വളരെ മോശമാണ് എങ്കിൽ ഡോക്ടറെ വിളിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, ഡോക്ടറെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ അപ്പോൾ തന്നെ കോൾ ചെയ്യുന്നു. നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓവർസീസ് ദ നഴ്സിംഗ് സൂപ്പർവൈസർ. എന്താണ് നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓവർസീസ് ചെയ്യുന്നുണ്ട് അല്ലെ, നഴ്സിംഗ് സൂപ്പർവൈസർ. ഓക്കെ, മേൽനോട്ടം വഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കേണ്ടത് എന്താണ്, നഴ്സിംഗ് സൂപ്പർവൈസർ പറയുന്ന മറ്റൊരു പേരാണ് നഴ്സിംഗ് എക്സിക്യൂട്ടീവ്സ്. അതുപോലെ തന്നെ there is a nursing supervisor available around the clock 24 hours into 7 days. എന്തുണ്ട്, ഇവര് ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെ, എല്ലാ ടൈമും ഇവര് ഹോസ്പിറ്റലിൽ ഉണ്ടാകും. ഓക്കെ, ഇനി ആദ്യം പേഷ്യന്റിനെ നോക്കുന്നത്, അറ്റൻഡ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് ഈ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരിക്കും. അതർവൈസ് ഇനിയിപ്പോ ഇവര് നോക്കിയിട്ട് പറ്റുന്നില്ല, അപ്പൊ ഡോക്ടറെ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൾ ചെയ്യാനായിട്ടും ഇവർക്ക് അധികാരമുണ്ട്. മനസ്സിലായോ? ഈ ലാസ്റ്റ് പോയിന്റ് നോക്കിയ നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ് ഓവർസീ, മേൽനോട്ടം വഹിക്കുന്നു, ദ നഴ്സിംഗ് സൂപ്പർവൈസർ. സിമ്പിൾ അല്ലേ പാരഗ്രാഫ്? ഓക്കെ ആണോ? നഴ്സിംഗ് സൂപ്പർവൈസർ. ഇനി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്? ടു സെലക്ട്, ഓറിയന്റ്, train, assign, schedule coaching, counseling and discipline employees. എന്താ പറയുന്നത്? സെലക്ട് അല്ലേ, സെലക്ട് ചെയ്യുന്നുണ്ട്. ഓരോ റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നതിനായിട്ട് നേഴ്സുമാരെ എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഓറിയന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവയർനെസ് കൊടുക്കുക. അപ്പൊ ഓരോരുത്തർക്ക് അവയർനെസ് കൊടുക്കാനായിട്ട്, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഷെഡ്യൂൾ കോച്ചിങ് എന്ന് പറഞ്ഞാല് ഷിഫ്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടാവും, ഡേ ഷിഫ്റ്റ് ഉണ്ടാവുമല്ലോ, അതൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി. കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഡിസിപ്ലിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഡ്യൂട്ടി, ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയാണ്. മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞത്? ഓരോ റെസ്പോൺസിബിലിറ്റീസും കൊടുക്കുന്നതിനായിട്ട് നഴ്സുമാരെ സെലക്ട് ചെയ്യുന്നു. അവയർനെസ് കൊടുക്കുന്നതിനായിട്ട്, മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതിനായിട്ട്, അതുപോലെ ഓരോ കാര്യങ്ങൾ അസൈൻ ചെയ്ത് കൊടുക്കാം, ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഷിഫ്റ്റിംഗ് ടൈമുകൾ അല്ലെ, അതൊക്കെ അസൈൻ ചെയ്ത് കൊടുക്കാം. മറ്റുള്ളവരെ കൗൺസിലിംഗ് ചെയ്യിപ്പിക്കാം. ഡിസിപ്ലിൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയാണ്. ഇനി എന്താണ്? മീറ്റ് ഓപ്പറേഷണൽ സ്റ്റാൻഡേർഡ്സ് ബൈ ഡൊണേറ്റിംഗ് ഇൻഫർമേഷൻ ടു സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അപ്പൊ എന്തായിരിക്കാം? meet operational standards by donating information to strategic plans and procedures. എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് മാറ്റങ്ങള് അല്ലെ, പുതിയ പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലില് പുതിയ കാര്യങ്ങൾ, അവര് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്ലാൻസുകൾ, തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻസ് എന്താണ്? തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങള് ഡൊണേറ്റ് ചെയ്യാനായിട്ടും ഇവർക്ക് അധികാരമുണ്ട്. ഓരോ കാര്യങ്ങളിലും സജസ്റ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, നമ്മള് അഭിപ്രായം പറഞ്ഞു കൊടുക്കില്ലേ? പുതിയ പുതിയ കാര്യങ്ങള് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നതാണ് എന്റെ അഭിപ്രായം എന്ന് പറയാറില്ലേ? അങ്ങനെയുള്ള അഭിപ്രായങ്ങള് പറയാനായിട്ടും ആർക്ക് അധികാരമുണ്ട്? ഈ നഴ്സിംഗ് സൂപ്പർവൈസറിന് അധികാരമുണ്ട്. ഇനി എന്താണ്?
maintain nursing principles and write norms, policies and procedures. എന്താണ് നഴ്സിംഗ് പരമായിട്ട് നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനിലെ പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ നോംസ് പോളിസീസ് പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അതുപോലെ തന്നെ എന്താണ് ഐഡന്റിഫൈ പേഷ്യന്റ് സർവീസ് നീഡ്സ് ബൈ എസ്റ്റാബ്ലിഷിംഗ് പേഴ്സണൽ റിലേഷൻഷിപ്പ്. ഇവിടെ വരുന്ന പേഷ്യൻസിന്റെ നീഡ്സ് അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക അല്ലെ, അവിടെ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാം. അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് അവിടെ എസ്റ്റാബ്ലിഷ് ആകും അല്ലെ. നഴ്സുമാരും അതുപോലെ തന്നെ പേഷ്യന്റും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അവരുടെ ആവശ്യങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് നല്ലൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഡ്യൂട്ടിയാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ നീഡഡ് ടു പേഷ്യന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടീം. എന്തെങ്കിലും പേഷ്യൻസിന് ആവശ്യമായിട്ട് വന്നാൽ അല്ലെ, എന്തിനെങ്കിലും കുറിച്ച് ട്രീറ്റ്മെന്റിനെ കുറിച്ചോ അല്ലെങ്കിൽ നഴ്സിംഗ് കെയറിനെ കുറിച്ചോ എന്തെങ്കിലിനെ കുറിച്ചും ഒരു ഇൻഫർമേഷൻ ആവശ്യമായി വരികയാണെങ്കിൽ നഴ്സിംഗ് കെയർ ടീം എന്ന് പറഞ്ഞാൽ ആരാണ്? നഴ്സുമാര് തന്നെയാണ് അല്ലെ, ഡോക്ടേഴ്സ് നഴ്സുമാര് അല്ലെ, നഴ്സുമാരാവും, അവരുടെ സ്റ്റാഫുകളാവാം. അങ്ങനെയുള്ള സ്റ്റാഫുകൾക്കായാലും എന്താ പേഷ്യന്റിനായാലും ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യാം. പേഷ്യന്റിന് നഴ്സിംഗ് കെയർ ടീമിനും അവരുടെ ആവശ്യങ്ങൾ നീഡ്സ് അനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. അതാരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ഡോക്യുമെന്റേഷൻ ഓഫ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യന്റ് കെയർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനി എന്താണ് കൺഫേം ഓപ്പറേഷൻ ഓഫ് മെഡിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് എക്യുപ്മെന്റ് ആൻഡ് വെരിഫൈ എമർജൻസി എക്യുപ്മെന്റ് അവൈലബിലിറ്റി. ഇപ്പൊ എന്താണ് മെഡിക്കൽ ഭാഗത്ത് മെഡിക്കൽ പരമായിട്ട് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിലൊക്കെ ഡിഫറെന്റ് എക്യുപ്മെന്റ്സ് ഉണ്ടാകും അല്ലെ. ഫോർ എക്സാമ്പിൾ പറയാം, അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലാണെങ്കിൽ എന്താണ് ഫോണൊക്കെ കറക്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ മെഡിക്കൽ പരമായിട്ട് നമ്മൾ ക്യാഷ്വാലിറ്റിയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ നെബുലൈസർ എടുക്കാം എക്സാമ്പിൾ കേട്ടോ. അപ്പൊ ആ എക്യുപ്മെന്റ് കറക്റ്റ് ആയിട്ട് അത് പ്രവർത്തിക്കുന്നുണ്ടോ? ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ടല്ല, ചിലപ്പോൾ വല്ല കംപ്ലൈന്റ് ഒക്കെ ഉണ്ടെങ്കിൽ രോഗികൾക്ക് അത് ബുദ്ധിമുട്ടാവും അല്ലെ. കറക്റ്റ് ആയിട്ട് ആ എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഇവിടെയെല്ലാം മെഡിക്കൽ ഏരിയയിലും അഡ്മിനിസ്ട്രേഷൻ ഏരിയയിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ഡ്യൂട്ടി ആരുടെയാണ്? നഴ്സിംഗ് സൂപ്പർവൈസറിന്റെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത് കേട്ടോ. ഒന്നുകൂടി മിസ് പറയാം. എന്താണ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരാൾക്കാരെ സെലക്ട് ചെയ്യാം, അവയർനെസ് കൊടുക്കാനായിട്ട് ട്രെയിനിങ്ങുകള് ഡ്യൂട്ടീസ് ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക, അതുപോലെ ഷിഫ്റ്റിംഗ് ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക, അതുപോലെ ഡിസിപ്ലിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നഴ്സുമാരെ സെലക്ട് ചെയ്യാം കേട്ടോ. അതിനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അത് ഈ സൂപ്പർവൈസർ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് സ്ട്രാറ്റജിക് പ്ലാൻ അല്ലെ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷനില് പുതിയ ഇന്നോവേഷൻസ് പുതിയ രീതികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമ്മള് തന്ത്രപരമായിട്ടുള്ള നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനായിട്ടുള്ള അധികാരം ഇവർക്കുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് നഴ്സിംഗ് പ്രിൻസിപ്പിൾസ് അതുപോലെ തന്നെ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ പേഷ്യന്റിന്റെ നീഡ്സുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്തു പോകാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ എന്താണ് നഴ്സിംഗ് കെയർ ടീമിനായാലും പേഷ്യൻസിനായാലും അവരുടെ നീഡ്സ് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ ഇൻഫർമേഷൻസ് അവർക്ക് വേണം, നഴ്സിംഗ് ടീമിനായാലും എന്താണ് ഗൈഡൻസ് വേണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ പേഷ്യന്റ് കെയർ സർവീസസ് അതുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ലാസ്റ്റ് വൺ പറഞ്ഞത് എന്താണ് മെഡിക്കൽ പരമായിട്ടും അഡ്മിനിസ്ട്രേറ്റീവ് പരമായിട്ടും പല എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവും. അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എളുപ്പമാണ് പഠിക്കാനായിട്ട്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 6 ആൾക്കാരുടെ നമ്മൾ പഠിക്കണം. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ.
നഴ്സിംഗ് സൂപ്പർവൈസർ വരെ ആണ് എടുത്തത്. ഇത്ര വരെ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ മാത്സ് പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.